അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇതേ സുറുമി, നിൻ്റെ ഫോൺ എടുക്കുന്നുണ്ടടി. മാഹിറാവും അസീനത്തെ പറഞ്ഞതും കഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രം സിങ്കിലേക്ക് തന്നെ ഇട്ട് വല്ലാത്തൊരു ധൃതിയോടെ ഹാളിലേക്ക് പാഞ്ഞു സുറുമി. ഇക്കയാവും ഈ സമയത്ത് തൻ്റെ ഫോണിലേക്ക് ഇക്കയല്ലേ വിളിക്കാറുള്ളത്? ആ ഒരുവൻ്റെ ചിന്തയിൽ ചുറ്റുമുള്ളതിനെയൊന്നും കാണാതെ ഓടിയവൾ ഹാളിലേക്ക് എത്തും മുമ്പേ നിലത്ത് കിടന്ന് എന്തിലോ തട്ടിത്തടഞ്ഞ് വീയാനാഞ്ഞതും അതിലെ വന്ന ലബീബ അവളുടെ വലത് കൈയിൽ പിടിച്ചു നിർത്തി. എന്താണ് സുറുമി നീ കാണിക്കുന്നത്? പതുക്കെ പോയാൽ പോരെ പെണ്ണെ. ഓനിങ്ങ് ഫോൺ വെച്ച് പോകുന്നില്ല. ഇതിപ്പോൾ ഓടി വീണ് നിൻ്റെ കൈയും കാലും ഒടിഞ്ഞ് എല്ലിൻ്റെ എണ്ണം കൂട്ടുമല്ലോ നീയെ. ലബീബ അവളെ കളിയാക്കിയതും സുറുമി അവരെ നോക്കിയൊന്ന് ചിരിച്ച് മുന്നോട്ട് നടന്നു. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. എപ്പോഴും ഭർത്താവിനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത്താക്ക് എന്തറിയാം ഒരു പ്രവാസിയുടെ ഭാര്യയെക്കുറിച്ച്? ഭർത്താവ് ഉണ്ടായിട്ടും വീടിനുള്ളിൽ വിരഹനോവ് തിന്നിങ്ങനെ കാലം കഴിച്ച് കൂട്ടുന്നവർക്കറിയാം ഇടയ്ക്ക് വരുന്ന ഈ ഫോൺ കോൾ തരുന്ന ആശ്വാസം എത്രയാണെന്ന്. നേരത്തെ കിതപ്പോടെ പിറുപുറത്തുകൊണ്ട് സുറുമി ഹാളിലേക്ക് എത്തിയപ്പോഴേക്കും ഹാലമോൾ ഫോണെടുത്ത് മാഹിറിനോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു. സോഫയിലിരുന്ന് ഉപ്പാനോട് കൊഞ്ചി പറയാണ് പെണ്ണ്. അവളെ നോക്കിയ സുറുമിയുടെ ചുണ്ടുകളിലേക്ക് ഒരു കുഞ്ഞു പുഞ്ചിരി തുളുമ്പിയെത്തിയിരുന്നു. പാവൻ്റെ കുഞ്ഞ്. ഈ ഫോണിൽ ഇങ്ങനെ കാണുന്നതല്ലാതെ ഉപ്പയെ നേരിട്ട് കണ്ട ഓർമ്മയൊന്നും അവൾക്കുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാനാ? അവളെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒന്ന് കണ്ടു പോയതല്ലേ. ഇക്ക 4 വർഷമായിപ്പോൾ, പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. ഹാലമോളുടെ കൊഞ്ചൽ കേട്ട് സുറുമി പതിയെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. തല അനക്കി അവൾ ഓരോന്ന് എണ്ണിപ്പുറയ്ക്ക് പറയുന്നതും കേട്ട് ചിരിയോടെ ചുവരും ചാരി നിന്നു. ഹാല മോളെ, ആ ഫോണിങ്ങിതാ, എന്നിട്ട് പോയി ആ ഹോംവർക്ക് ചെയ്ത് വെക്ക്. കുറച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങാറായി. ഹാലമോളെ നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞവൾ താൻ ഇവിടെ ഉണ്ടെന്ന് അവനെ അറിയിക്കുകയായിരുന്നു. കണ്ടോ എപ്പോഴും പറയും മാറ്റി പറഞ്ഞത്. ഉപ്പക്കുട്ടിയായ ഹാലമോൾ സുറുമിയെക്കുറിച്ച് പരാതി പറഞ്ഞു. ആണോ? ഉപ്പാൻ്റെ പൊണ്ണ് എപ്പോഴൊന്നും പഠിക്കണ്ട കേട്ടോ. ഉമ്മച്ചി അങ്ങനെയൊക്കെ പറയും. ഓൾക്ക് വേണമെങ്കിൽ ഓള് പഠിച്ചോട്ടെ. അല്ല പിന്നെ. മാഹിറും മോളുടെ പക്ഷം ചേർന്നതോടെ ഹാലമോൾക്ക് ഗമയൊരൽപ്പം കൂടി. ആ ചുരുണ്ട മുടിക്കാരിയുടെ മുന്തിരി കണ്ണുകൾ സുറുമിയുടെ നേർക്കൊന്ന് കൂർത്തു. അമ്പടി കേമി, ഉപ്പാൻ്റെ വാക്കും കേട്ടിരുന്നാലേ നിന്നെ മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ അത് ടീച്ചർ മുട്ട വരച്ചു തരും. അതിലൊപ്പിടാൻ എന്നെ കിട്ടൂലട്ടോ. ചൊടിയോടെ പറഞ്ഞ് സുറുമി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എന്തിനാടേ അവളെ ഇങ്ങനെ പറയുന്നത്? അവൾ കുഞ്ഞല്ലേ, 4 വയസ്സിലായിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ചട്ടം പഠിപ്പിച്ചാലോ? കുഞ്ഞിനെ പറയുന്നത് മാത്രം അവന് സഹിക്കില്ല. അതിൻ്റെ നീരസം അത്രയും ആ സ്വരത്തിലുണ്ട് താനും. ഓ ഇക്ക, ഞാൻ വഴക്ക് പറഞ്ഞതൊന്നല്ല. നിങ്ങളെ മോളെ മഹാകുസൃതിയാ. ഇടയ്ക്കൊന്ന് കണ്ണു ചുട്ടിയില്ലെങ്കിലേ ഓളെ പിടിച്ചാൽ കിട്ടൂല. ഒരു ഉപ്പയും മോളും. സുറുമയുടെ ശബ്ദത്തിൽ പരിഭവം കലർന്നു. ആ വീർത്ത കവളിലേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു. കുശിമ്പി പാറുവാണ്. എൻ്റെ മോള് പറഞ്ഞത് പിടിച്ചിട്ടില്ല പെണ്ണിന്. ഓളുടെ പിടക്കത്തിന് പോലും പ്രത്യേക മൊഞ്ച് തന്നെയാണെന്ന് മാഹിർ ഓർത്തു. നിമിഷനേരം വല്ലാത്തൊരു വിരഹനമ്പരം അവൻ്റെ ഉള്ളിലിരുന്ന് വിങ്ങി നോവ് പടർത്തി. സുറുമി, മാഹിറിൻ്റെ ശബ്ദം നീർത്തു. പിണങ്ങിയതാണോ നീയല്ലേടേ ഈ മാഹിറിനെ ആദ്യമായി കിട്ടിയ രാജകുമാരി? നിന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് മറ്റാരും. അവൻ്റെ പ്രണയാർദ്ധമായ സ്വരം. ഓ പിന്നെ, നിങ്ങളിന്നോട് സോപ്പൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ രാജകുമാരിയൊന്നല്ല. ഞാനേ എൻ്റെ ഉപ്പാൻ്റെ രാജകുമാരിയാ. സുറുമി കള്ളപ്പിണക്ക് നടിച്ച് ചുണ്ടുകൊട്ടി. ചിലപ്പോൾ 4 വയസ്സുകാരി ഹാലമോളേക്കാൾ ചെറുതാവും ആ പെണ്ണ്. തൻ്റെ പെണ്ണിൻ്റെ രസമുള്ള ഭാവങ്ങൾ ആസ്വദിക്കുമ്പോൾ മാഹിറിന് ചിരി വന്നു. എങ്ങാനും ചിരിച്ചാൽ ഇനി അത് മതി അടുത്ത പിണക്കത്തിന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. നിൻ്റെ വിശേഷം പറ പെണ്ണേ. കഴിച്ചോ നീ? ആ ഒരൊറ്റ ചോദ്യത്തിൽ ആ പെണ്ണിൻ്റെ മനം തണുത്തുപോയി. ഇതുവരെ ഉണ്ടായിരുന്ന പിണക്കം മലിഞ്ഞുപോയി. കഴിച്ചു. സുറുമിയൊന്നും മൂളി. എന്തൊരഴകാണ് അവളുടെ ചിരിക്ക്. 14 പോലും തോറ്റുപോകും ആ ചിരി കണ്ടല്ലേ ഈ മാഹിർ മയങ്ങിയത്. ഓളത്തിന് മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്.
അവളുടെ ചിരി മനസ്സിൽ നിറച്ച് മാഹിർ അവൻ്റെ വേദനയും ക്ഷീണവും ഒക്കെ മറക്കാൻ ശ്രമിച്ചു. എടി, ഇന്ന് എന്താ അവിടെ ഫുഡ് ഉണ്ടാക്കിയേ? മാഹിർ തിരികെ. ഇവിടെ അരിപ്പത്തിരിയും നാടൻ കോഴിക്കറിയും. അവളത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ നാവിലേക്ക് വെള്ളമെത്തി. ആഹാ, പറഞ്ഞ് കൊതിപ്പിച്ചല്ലോ എന്നെ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ സുറുമിക്കും സങ്കടം തോന്നി. അവളുടെ മുഖത്തെ ചിരി പതിയെ വാടി. നിങ്ങൾക്ക് പൂതി വന്നല്ലേ, സാരില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ. പൂതി തീരുവോളം ഉണ്ടാക്കി തരില്ലേ ഞാൻ. പിന്നെ എന്താ? സുറുമി അവൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി പറഞ്ഞു. പത്തിരിയും കറിയും മാത്രമുള്ളൂ, വേറെ ഒന്നും തരില്ലേ? പൊടുന്നുടനെ അവനിൽ കുസൃതി നിറഞ്ഞതും സുറുമിയുടെ കവിളിലേക്ക് നാണത്തിൻ്റെ ചുവപ്പ് അരിച്ചെത്തി. അവനെ നോക്കാൻ കഴിയാതെ ആ കണ്ണുകളൊന്ന് പിടഞ്ഞു. ഈ ഇക്ക എങ്ങനെയാണ് ഓരോ വഷളത്തരങ്ങൾ പറഞ്ഞ് വശം കെടുത്തി കളയും. സുറുമി, ആരാ ഫോണിൽ? മാഹിറാണോ? ആനിമ്മയുടെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്തെ പ്രകാശം കെട്ടു. ആ ഉമ്മ, ഇക്കാക്കിയാണ്. അവൾ നിറം മങ്ങിപ്പോയൊരു ചിരിയോടെ വിളിച്ചു പറഞ്ഞു. ഇങ്ങ് തന്നേ, ഞാനൊന്ന് മിണ്ടട്ടെ. ആനിമ്മ പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൾ ഫോണുമായി ആനിമ്മയുടെ അടുത്തേക്ക് വെച്ചു. ഇക്കാക്ക, ഞാൻ ഉമ്മാക്ക് കൊടുക്കാട്ടോ. അതും പറഞ്ഞ് ആനിമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അസ്സലാമു അലൈക്കും ഉമ്മ. മാഹിർ ഉമ്മാക്ക് സലാം പറഞ്ഞു. വലൈക്കും അസ്സലാം. എന്താ ഉമ്മാൻ്റെ കുട്ടിൻ്റെ വിശേഷം? അവരുടെ സംസാരം കേട്ട് സുറുമി ഭിത്തിയിൽ നഖം കൊണ്ട് വെറുതെ കോറിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അവൾക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് അവനോട്. ആനിമ്മ സംസാരിച്ചതിന് ശേഷം ഇക്കയോട് കുറേ മിണ്ടണം. അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സുറുമയെ കണ്ടതും ആനിമ്മ അവളെയൊന്ന് ഇടം കണ്ടിട്ട് നോക്കി. സുറുമി, നീ പോയി എനിക്ക് കുടിക്കാനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ. ആനിമ്മ ആവശ്യപ്പെട്ടതും സുറുമി അവരെ ഒന്ന് നോക്കി അടുക്കളയിലേക്ക് നടന്നു. അവളെയൊന്ന് ഇടം കണ്ടിട്ട് നോക്കി ആനിമ്മ വീണ്ടും ഫോണിലേക്ക് നോട്ടം പതിപ്പിച്ചു. മോനെ, എൻ്റെ പെങ്ങളെ സീനു ഇന്നലെ വിളിച്ചിരുന്നു. ഓളെ പരിപ്പണി കാശില്ലാഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരേ കരിച്ചിൽ. ഓളെ കെട്ടിയവനെ ഒരു സൗകര്യം കൊടുക്കുന്നില്ലത്രേ. വീട്ടുകാരോട് പറഞ്ഞ് കുറച്ച് കാശ് മേടിക്കാൻ. ഇവിടെ എവിടെയാ കാശ്? എൻ്റെ ജ്യേഷ്ഠൻ സെക്കീർ കയത്തോളം കടത്തിൽ മൂടിയിട്ടല്ലേ നടപ്പ്. പിന്നെയുള്ളത് ഹമീദാണ്. അവൻ്റെ അടുത്താണെങ്കിൽ ആ പല്ലും ചിരിയും മാത്രമേ ഉള്ളൂ. സീനു പറയാ, നീ വിളിക്കുമ്പോൾ പറയാൻ ഇക്കാക്ക ഗൾഫിൽ നല്ല നിലയിലല്ലേ. ഉമ്മ അവനോട് പറഞ്ഞ് കുറച്ച് പൈസ അയച്ച് തരാൻ പറയുന്നു. എന്തായാലും ഓള് പറഞ്ഞതല്ലേ, എൻ്റെ കുട്ടി ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഓൾക്ക് അയച്ചു കൊടുത്താളാ. എൻ്റെ പെങ്ങളല്ലടാ ഒരു സഹായിക്കാൻ. നമ്മളല്ലാതെ നീ അല്ലാതെ ആരാ ഉള്ളത്? ആനിമ്മ പറയുന്നത് അടുക്കളയിൽ നിൽക്കുമ്പോൾ സുറുമിക്ക് കേൾക്കാമായിരുന്നു. സുറുമി ചില്ലു ഗ്ലാസ്സിൽ വെള്ളവുമെടുത്ത് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ഹാലമോളോട് സംസാരിച്ച് ആനിമ്മ ഇരിക്കുന്നുണ്ട്. സുറുമിയെ കണ്ടതും ആലമോൾ ഫോണുമായി ഓടി വന്നു. ഉമ്മി, ഇതാ ഫോൺ. കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സുറുമി അതിലേക്ക് നോക്കി. വാൾപേപ്പറായി തെളിഞ്ഞ മാഹിറിനെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കിയതും അവളുടെ ഉള്ളൊന്ന് പിടച്ചു. മാഹിക്ക ഫോൺ വെച്ചോ? അവൾക്ക് സങ്കടം വന്നു പോയി. അവനോട് വേണ്ടി പറയാൻ കൂട്ടിവെച്ചതെല്ലാം ഉള്ളിലിരുന്ന് വിങ്ങി നോവിച്ചു. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ്. മാഹിക്കയോട് 1-2 മിനിറ്റ് വാങ്ങുമ്പോഴേക്കും ഉമ്മ ഫോൺ വാങ്ങിക്കും. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെച്ച് കളയും. പിന്നെ ആളോട് മനസ്സൊഴിഞ്ഞൊന്ന് മിണ്ടുന്നത് രാത്രിയാണ്. ചിലപ്പോൾ നേരം പുലരുപോലെ കുറുകിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിലോ ജോലിത്തിരിക്ക് കാരണം മാഹിക്ക രാത്രി ഫോൺ വിളിക്കാറുമില്ല. ഉമ്മയുടെ മുൻപിലേക്ക് വെള്ളം നീട്ടുമ്പോൾ അവരോട് തോന്നിയ അമർഷം കൊണ്ട് സുറുമിയുടെ കവിൾ വീർത്തിരുന്നു. എന്താടി എൻ്റെ മോൻ്റെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞതിനാണോ? ഉമ്മ പുച്ഛത്തോടെ തിരക്കി. ഇക്ക ഫോൺ വെക്കും മുമ്പേ എനിക്കൊന്ന് തരാമായിരുന്നില്ലേ ഉമ്മ? ഞാൻ സംസാരിക്കുന്നതിനിടയിലല്ലേ ഉമ്മ ഫോൺ വാങ്ങിച്ചത്? സുറുമിയുടെ വാക്കുകളിൽ ദേഷ്യവും സങ്കടവും വിങ്ങി. ഓ, അതിനാണോ എൻ്റെ മൂന്ത കടന്നൽ കുത്തിയതുപോലെ വീർപ്പിച്ച് വെച്ചത്? ആനിമ്മയുടെ പരുക്കൻ ശബ്ദത്തിൽ പരിഹാസം കലർന്നു. ഓനെ, എൻ്റെ മോനാ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഓനെ അന്യനാട്ടിലേക്ക് പറഞ്ഞയച്ചതേ 4 കാശ് സമ്പാദിക്കാനാ. അവിടെ ചെന്നിട്ട് നിന്നോട് കൊഞ്ചിക്കൊണ്ടിരുന്നാലേ ഓൻ്റെ പണി വല്ലതും നടക്കോ? തൽക്കാലം അത്രയ്ക്ക് മിണ്ടിയാൽ മതി. ഓളുടെ ഒരു കൊഞ്ചൽ. ആനിമ്മ കടുപ്പിച്ച് പറഞ്ഞതും മുഖം കുനിച്ചുകൊണ്ട് സുറിമ തിരിഞ്ഞടന്നു. ഓളൊരു പൂതി നോക്കണേ. വെറുതെ ആ ചെക്കനെ ഓരോന്ന് പറഞ്ഞ് വൈതെറ്റിച്ചിട്ടിപ്പോൾ ഓൾക്ക് ഇഷ്ടക്ക് വകയില്ലാത്തവളെ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞതാ നമുക്കിത് വേണ്ടാന്ന്. ഇവറ്റോള് നിലമറക്കുമെന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു.
അടുക്കളയിലേക്ക് പോകുമ്പോൾ ആനമ്മ പിറുപിറുക്കുന്നത് കേട്ട് സുറുമിയുടെ ഹൃദയത്തിലൊരു പോറൽ വീണു. അതെൻ്റെ ഭർത്താവല്ലേ? സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നോ? പിന്നെ എന്തിനാ മോനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഉമ്മ? ഉമ്മാക്ക് പുന്നാര മോനെ മടിയിൽ വെച്ചെങ്കിൽ ഇരുന്നാൽ പോരായിരുന്നു. പെയ്യാനൊരുങ്ങുന്ന മഴ പോലെ സുറുമിയുടെ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. അടുക്കളയിൽ നിൽക്കുന്ന ഇത്താത്തമാർ തൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കാണാതിരിക്കാൻ വേണ്ടിയാവും അവൾ മുഖം കുനിച്ച് അടുക്കളവാതിലും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയത്. സുറുമിയെ കണ്ട് ലബീബ ഹസീനയുടെ കയ്യിലൊന്ന് തട്ടി. നോക്കിടി നോക്ക്, ഉമ്മാൻ്റെ വായിൽ നിന്നും ചീത്ത കേട്ടിട്ടുള്ള വരവാണ്. ലബീബ ചിരിയടക്കി പറഞ്ഞു. ആ പറഞ്ഞത് ഇഷ്ടമാവാതെ ഹസീന അവളെ കൂർപ്പിച്ചെന്ന് നോക്കി. മാഹിർ വേഗം ഫോൺ വെച്ചെന്ന് തോന്നുന്നു. അതിനാണ് ഈ മുഖവീർപ്പിക്കൽ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ തമ്മിൽ പഴയതുപോലെ ചിരിയും കൊഞ്ചലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓ, ആദ്യമൊക്കെ എന്തായിരുന്നു? അത് പറയാൻ ലബീബാക്ക് വല്ലാത്ത താല്പര്യം. ആവോ, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ഓൻ പെട്ടെന്ന് ഫോൺ വെച്ചപ്പോഴേ ഓൾക്ക് സങ്കടം വന്ന് കാണും. ഓൾ മലക്കൊന്നല്ലല്ലോ. എപ്പോഴെങ്കിലും ഉള്ള ഒരു ഫോൺ വിളിയല്ലേ ഓൾക്ക് ആകെയുള്ള ആശ്വാസം. വിളിക്കുമ്പോഴോ മനസ്സറിഞ്ഞൊന്ന് മിണ്ടാൻ ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടോ? അതുമില്ല. ഇവിടെ ചോരകൾക്ക് പോലും കാതാണ്. ഹസീന ഒന്ന് കൊള്ളിച്ച് പറഞ്ഞു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവരെ സംസാരിക്കുന്നത് കാതോർത്ത് നടക്കുകയാണെന്നോ നീ ഉദ്ദേശിച്ചത്? ഹസീന തന്നെ കുത്തി പറയുന്നത് പോലെ തോന്നിയതും ലബീബയ്ക്ക് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല താത്ത. നമ്മളെപ്പോലെ മജ്ജയും മാംസവും വികാരവും വിചാരവും ഒക്കെ ഉള്ളൊരു ഒരു പെണ്ണ് തന്നെയല്ലേ സുറുമയും? ഓളെ കെട്ടി 3 മാസം മാത്രമേ നിന്നിട്ടുള്ളൂ. പിന്നെ അവൻ വരുന്നത് അവൾ പ്രസവിച്ച് കിടക്കുമ്പോഴാണ്. 15 ദിവസത്തെ ലീവും കഴിഞ്ഞാൽ തിരിച്ചു പോവുകയും ചെയ്യും. ഇപ്പോൾ 4 വർഷമായില്ലേ. നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും കുനിഷ്ടു പറഞ്ഞ് ഉമ്മ സമ്മതിക്കാറുണ്ടോ? ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ താഴിട്ട് പൂട്ടിവെച്ച് അവൾ ഈ പരക്കകത്ത് കഴിയാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയില്ലേ. ശരിക്കും പാവല്ല പെണ്ണ്. വെറുതെ എന്തിനാടി അതിനെ ഇങ്ങനെ? ഹസീന പറയുന്നത് കേട്ട് ലബീബ ചുണ്ടു പിളർത്തി. ഓ, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്കല്ലെങ്കിലും കൂറ് ദുബായ്ക്കാരൻ്റെ ഭാര്യയോടാണല്ലോ. നമ്മളൊക്കെ ആര്? അതും പറഞ്ഞ് ലബീബ അവിടെ നിന്നും പോയി. ദൂരെ എവിടേക്കും മിഴി നട്ട് മാഹിറിനെ കുറിച്ചുള്ള ചിന്തകളുമായി സുറുമി അലക്കുകല്ലിന് മുകളിലേക്ക് ഇരുന്നു. ലൈല, സുറുമി മോൾ എന്തിയേ? തോളിലെ തോർത്തുകൊണ്ട് മുഖത്തും കഴുത്തും പൊഴിഞ്ഞിറങ്ങിയ വിയർപ്പൊപ്പി ഉപ്പ ചോദിക്കുന്നത് കേട്ടപ്പോൾ തുമ്പിപ്പെണ്ണിൻ്റെ കയ്യിൽ മൈലാഞ്ചി വരയ്ക്കുന്നതിനിടയിൽ ഉമ്മറത്തിണ്ണയിലേക്ക് ഒന്ന് എത്തി നോക്കി. ഉപ്പ കൂലിപ്പണിക്കാരനാണ്. പണി കഴിഞ്ഞുള്ള വരവാണ്. ഉപ്പാക്ക് കുടിക്കാൻ ഉപ്പിട്ട നാരങ്ങാവെള്ളവുമായാണ് ലൈലുമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത്. ഓള് അപ്പുറത്തുണ്ടല്ലോ. എന്തിയേ? ഓളെ വിളിക്കണോ? ഉപ്പാൻ്റെ മുഷിഞ്ഞ വർക്കിംഗ് ഡ്രസ് കവറിൽ നിന്ന് കുടഞ്ഞെടുത്ത് ചോദിച്ചു ലൈലുമ്മ. വിളിക്കൊന്നും വേണ്ട, ഈ പറഞ്ഞാൽ മതി. നാളെ ഓളെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് ആ ബ്രോക്കർ ചെയ്താൽ പറഞ്ഞു. ചെക്കൻ പെണ്ണിനെ നേരത്തെ വയലെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടത്രേ. ഓര് വന്ന് കണ്ടിട്ട് പോട്ടല്ലേ? ഉപ്പ പറയുന്നത് കാതോർക്കുകയായിരുന്നു സുറുമി. സുറുമിയുടെ ഹൃദയത്തിൽ ഒരു പിടപ്പ് അനുഭവപ്പെട്ടു. മൈലാഞ്ചിപ്പൂ വരക്കുന്ന കൈയൊന്ന് വിറച്ച് തുമ്പി അവളുടെ തുടയെ പതിയൊന്ന് നുള്ളി. അച്ചോ, തെറ്റിച്ചല്ലോ ഇത്താത്ത. ആ പൂവിൻ്റെ ഭംഗി കളഞ്ഞില്ലേ ഇപ്പോൾ? എന്തൊരു രസത്തോടെ വരച്ചു വന്നതായിരുന്നു. ഷേ, തുമ്പിയുടെ മുഖം മങ്ങിയത് കണ്ട് ഓളോട് കണ്ണ് ചുരുക്കി കൊണ്ട് സോറി പറഞ്ഞു. അപ്പോഴും കാത് ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തായിരുന്നു. എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നോ? പഠിച്ചോനെ, അതാരായിരിക്കും? തുമ്പി കേൾക്കാതെ അടക്കി പറയുമ്പോൾ ഹൃദയത്തിന് ഇതുവരെ ഇല്ലാത്തൊരു പിടപ്പായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് വഴിയിൽ വെച്ച് സ്ഥിരമായി കാണാറുള്ള പല മുഖങ്ങളും മനസ്സിലൂടെ കടന്നുപോയി. പിന്നെ വല്ലാത്തൊരു പരവേശമായിരുന്നു. ഇത് ആദ്യത്തെ പെണ്ണ് കാണലൊന്നും അല്ലെങ്കിലും ഇനി അവർ വന്നു പോകും വരെ ഉള്ളിൽ വിറച്ചുകൊണ്ടിരിക്കും. മനസ്സ് പട്ടം പോലെ മറ്റൊന്ന് പറഞ്ഞതും തുമ്പിയുടെ കയ്യിലെ മൈലാഞ്ചി നന്നായിട്ട് കുളമാക്കി വരച്ചു. അതോടെ പെണ്ണിന് കലി കയറി. എടി ഇത്താത്ത, ഇതിപ്പോൾ എന്താ? പൂവാണോ അതോ ഭൂപടാണോ? പെട്ടെന്ന് എൻ്റെ ഇത്താക്ക് എന്താ പറ്റിയേ? നന്നായിട്ട് വരക്കുന്നതാണല്ലോ. ഇനി മതി വരച്ചത്. പെണ്ണ് ദേഷ്യം പിടിച്ച് കൈവലിച്ചതും അവളെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കാട്ടി. സുറുമേ, നാളെ ഈ കോളേജിൽ പോകണ്ടട്ടോ. നാളെ എന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. തോർത്തും സോപ്പും എടുത്ത് കുളിക്കാൻ വേണ്ടി കിണറ്റിൻകരയിലേക്ക് പോയതും ലൈലുമ്മ അടുത്ത് വന്നിരുന്നു. അത് ശരി, അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണല്ലോ ഉമ്മ? ഇവിടെ ഒരാൾക്ക് പെട്ടെന്ന് ജിന്നു കയറിയതുപോലൊരു വിറയൽ. ഒരു ചൂന്ന നോട്ടം കൊണ്ട് തുമ്പി ചോദിച്ചതും നനുറ്റൊരു ചിരിയോടെ മുഖം കുനിച്ചു. ചെക്കനെ,
ദുബായ്ക്കാരനത്രേ അന്നെ വയൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് നടന്നാൽ എൻ്റെ കുട്ടിൻ്റെ ഭാഗ്യമാവും. മുഖത്ത് പൗഡർ അല്പം കൂടിയോ? ഒരുങ്ങിക്കഴിഞ്ഞ് ഒന്നുകൂടെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സുറുമി. പെണ്ണ് കാണാൻ കൂട്ടര് 10 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. മുടി ഒന്നുകൂടെ ചീകി മുനിക്ക് വെച്ചു. കുറച്ച് എടുത്ത് തട്ടത്തിനിടയിലൂടെ മുൻപിലേക്കിട്ടു. അരവരെ നീണ്ടുകൊടുക്കുന്ന മുടിയിൽ നിന്ന് ഉമ്മ കാണാതെ ഒരൽപ്പം വെട്ടിയതാണ്. ഇരു നിറമാണെങ്കിലും കാണാനൊരു ചേലക്കയുണ്ട്. തുമ്പി സ്കൂളിലേക്ക് പോയി, അല്ലെങ്കിൽ ഓളോട് ചോദിക്കായിരുന്നോ കാണാൻ എങ്ങനെയുണ്ടെന്ന്. സുന്ദരിയായെന്ന് സ്വയം ഉറപ്പ് വരുത്തിയിട്ടാണ് സുറുമി പുറത്തേക്കിറങ്ങിയത്. ഈ ചുരിദാറാണോ ഇട്ടത് സുറുമിയെ? ആ മജന്ത കളറിലുള്ളതായിരുന്നു എനിക്ക് ചേർച്ച. സുറുമി ഒരുങ്ങി പുറത്തേക്ക് വന്നതും ലൈലുമ്മ അഭിപ്രായപ്പെട്ടു. ഇത് മതിമ്മ, ഏത് ചുരിദാർ ഇട്ടാലും ഞാൻ തന്നെയല്ലേ. എന്നാലും ഒരു വലിയ തറവാട്ടുകാരാണെന്നാണ് കേട്ടത്. ചെക്കനാണെങ്കിലോ ദുബായ്ക്കാരനും. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബന്ധാണ് മോളെ. അവർക്ക് നമ്മുടെ ചെറിയ വീട്ടിൽ നിന്നും പെണ്ണാലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നിന്നെ എവിടെയോ വെച്ച് കണ്ട് ഇഷ്ടമായത് കൊണ്ട് ഇങ്ങോട്ട് വന്ന ആലോചനയാണ്. ഇത് നടന്നു കിട്ടിയ നിൻ്റെ ഭാഗ്യമാവും സുറുമിയെ. അവരിങ്ങ് എത്തും വരെ വരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ലൈലുമ്മ. ഉമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ദുബായ്ക്കാരിൻ്റെ പോരിശ സുറുമി കൗതുകത്തോടെയാണ് കേട്ടത്. കുഞ്ഞൊരു മോഹം അവളുടെ ഉള്ളിലും തല പൊക്കി തുടങ്ങിയിരുന്നു. മുറ്റത്ത് ഏതോ വന്ന് വണ്ടി നിർത്തിയതറിഞ്ഞതും നെഞ്ചുടുപ്പിൻ്റെ വേഗതയും കൂടി. ഉമ്മയും ഉപ്പയും ഇക്കാക്കയും അവരെ സ്വീകരിക്കാൻ വേണ്ടി ഉമ്മറത്തേക്ക് പാഞ്ഞപ്പോൾ സുറുമി അടുക്കളയിലൂടെ കുഞ്ഞു ജനാലയിലൂടെ പുറത്തേക്കൊന്ന് എത്തി നോക്കി. ചുവന്ന കാറിൽ നിന്നിറങ്ങിയ ബ്ലൂ ഷർട്ടും വൈറ്റ് പാൻറ്റും വിട്ട ഒരുവനിൽ അവളുടെ മിഴികൾ ഉടക്കി നിന്നു. പഠിച്ചോനെ, ഇതാണോ ഉമ്മ പറഞ്ഞ ദുബായ്ക്കാരൻ പുയ്യാപ്ല? അവനെ നോക്കിയ സുറുമിയുടെ ഉള്ളെന്ന് തുടച്ചു. കൊള്ളാം, മൊഞ്ചനാണ് കേട്ടോ. ഒളി കണ്ടിട്ട് നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് നാണമായി. എവിടെയോ കണ്ട് മറന്നതുപോലെയുണ്ട് മുഖം. എവിടെയാവോ? എത്ര ഓർത്തിട്ടും ഓർമ്മ കിട്ടുന്നില്ല. സുറുമി മോളെ, ആ ചായ ഇങ്ങ് കൊണ്ടുപോവാ മോളെ. ഒപ്പ കോലായിൽ നിന്നും നീട്ടി വിളിച്ചതും നേരത്തെ ഉമ്മ റെഡിയാക്കി വെച്ച ഡ്രൈയും എടുത്ത് കോലായിലേക്ക് ചെന്നു. തല ഉയർത്താതെ ഓരോരുത്തർക്കും ചായ കൊടുത്ത് ഉമ്മാൻ്റെ പിറകിലേക്ക് പതുങ്ങി. ഉമ്മാൻ്റെ മറപറ്റി നിൽക്കുമ്പോൾ ഒരൊറ്റ നോട്ടം അവനിലേക്ക് പാറി വീണിരുന്നു. ആ നിമിഷം അവൻ്റെ നോട്ടവും തന്നിലായിരുന്നു. നോട്ടം കുരുത്തതും നാണത്തോടെ വീണ്ടും ഉമ്മയുടെ പിറകിലേക്ക് വലിഞ്ഞു. തനിക്ക് എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോടോ? ഞാൻ ഇലാൻ മാഹിർ. ചെറിയ കട്ടിലപ്പടിക്കിടയിലൂടെ തലയൊരിപ്പം കുനിച്ച് വാതിലിന് പകരമായി തൂക്കിയിട്ട കർട്ടൻ വകഞ്ഞു മാറ്റി അവൻ തൻ്റെ കുഞ്ഞു മുറിക്കകത്ത് കയറിയതും അവിടെയാകെ വില കൂടിയ ഏതോ ഒരു അത്തറിൻ്റെ മണം പരന്നു. അവനടുത്തേക്ക് വരും തോറും ഉടലിലൂടെ ഒരു വിറയൽ പടർന്നു. തട്ടത്തിൻ്റെ തുമ്പിൽ ഇറുക്കെ പിടിച്ചു. കണ്ണുകൾക്കാണെങ്കിലോ ഇതുവരെ ഇല്ലാത്തൊരു പിടപ്പും. തൻ്റെ ഫ്രണ്ട് ഷഹ്മയുടെ കെട്ടുവൻ എമിലില്ലേ, എൻ്റെ സുഹൃത്താണ് കേട്ടോ. അവരെ നിൽക്കാനെന്ന് ഞാൻ നിന്നെ കണ്ടിരുന്നു. അന്ന് ഈ മുഖം ഹൃദയത്തിലെ വല്ലാതെ പതിഞ്ഞു പോയി. ഇപ്രാവശ്യം ലീവ് തീരും മുമ്പ് എന്നെ കെട്ടിച്ചടങ്ങുമെന്ന വാശിയിലാണ് എൻ്റെ ഉമ്മ. ഉമ്മയുടെ വാശിക്ക് പിടികൊടുക്കാൻ തീരുമാനിച്ചപ്പോഴേ ഓർമ്മ വന്നത് ഈ മുഖമാണ്. അന്ന് ഒരുപാട് പേർക്കിടയിൽ നിന്നും ഈ മാഹിറിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ മുഖം. നേർത്തൊരു പുഞ്ചിരിയോടെ അവൻ പറയുന്നത് കേട്ട് ചുവരിലേക്ക് ചാരി, എനിക്ക് ഇഷ്ടമായിട്ടോ. ഇനി സുറുമി പറ, തനിക്കെന്നെ ഇഷ്ടമായോ? പ്രതീക്ഷയോടെ ഒരു നോട്ടം നോക്കിയവൻ ചോദിച്ചതും നാണം നിറഞ്ഞൊരു നോട്ടം പകരം നൽകി. പറയടോ, ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഉമ്മാനോട്, എനിക്ക് പെണ്ണ് തന്നെ മതിയെന്ന്. അവളുടെ കണ്ണിൽ തിളങ്ങുന്ന കുസൃതി സുറുമിയുടെ കവിളിൽ ചുവപ്പ് പടർത്തി. എടി ഇത്താത്ത, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നീ ആരാ? ദുബായ്ക്കാരൻ ഇലാൻ മാഹിറിൻ്റെ മണവാട്ടി. ആളെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വീട് മുഴുവനും അത്തറിൻ്റെ മണമായിരുന്നു. ഇനി നിനക്കും ആ മണവും. ഓ അമ്പോ, പെണ്ണിൻ്റെ ഒരു ഗമ കണ്ടില്ലേ? തുമ്പി പറയുന്നത് കേട്ട് ഉറക്കം വരാതെ കിടക്കുമ്പോൾ കുന്നോളം കിനാവുകൾ നെയ്തു തുടങ്ങിയിരുന്നു സുറുമിയുടെ മനസ്സ്. ദുബായ്ക്കാരൻ ഇലാൻ മാഹിറിൻ്റെ മണവാട്ടി, അത്തറിൻ്റെ മണമുള്ള പെണ്ണ്. തുമ്പി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതിന് ചുറ്റും വട്ടം കറങ്ങി. കേൾക്കാൻ എന്തൊരു സുഖമാണ്. നുണഞ്ഞപ്പോഴല്ലേ പ്രവാസിയുടെ ഭാര്യയുടെ കാത്തിരിപ്പിൻ്റെ രുചി കണ്ണീരിപ്പ് കലർന്നൊരു കയ്പാണെന്ന് മനസ്സിലായത്. സുറുമി നെഞ്ചിൽ കൊടുക്കുന്ന മഹർമാലയിൽ പിടുത്തമിട്ടു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായിട്ട് നാളെ കാണാം. പുതിയ കഥയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.